എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ്. നമ്മുടെ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. എന്താണ് പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ? ഇതൊരു ഈസി ചാപ്റ്ററാണ്. നമ്മളുടെ ബയോസ്ഫിയറിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും കുറച്ച് ഇതൊക്കെ തന്നെയേ ഉള്ളൂ പഠിക്കാനായിട്ട്. വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മളെന്താ പഠിക്കുന്നത് അത്ര തന്നെയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന്. ആദ്യം തന്നെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് us unite to regain our green earth. നമ്മളുടെ ഗ്രീൻ എർത്തിനെ റിഗൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരു യൂണീക്കായിട്ട് നിൽക്കണം. അതായത് അവിടെ കാണിച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ പോർഷൻ എർത്തും ഒരു ബ്രൗൺ പോർഷൻ എർത്ത്, അതായത് പച്ചപ്പുള്ളതും പച്ചപ്പില്ലാത്തതുമാണ് കാണിച്ചിരിക്കുന്നത്. എ പോസ്റ്റർ ഡിസൈൻഡ് ബൈ ദി സംഗീത് ഫോർ എ പോസ്റ്റർ ഡിസൈനിങ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ ദ മെസ്സേജ് സെർവ് ദി എർത്ത് ഫ്രം ദി ഗ്ലോബൽ വാർമിംഗ് ഈസ് പ്രസൻറ്റഡ് എബോവ്. ഗ്ലോബൽ വാർമിങ്ങിനെ സേവ് ചെയ്യാൻ, എർത്തിനെ സേവ് ചെയ്യാനുള്ളൊരു മെസ്സേജാണ് ആ തന്നിരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത്. ഈസ് പ്രസൻറ്റഡ് എബോവ്. വാട്ട് ഇൻഫറൻസ് ക്യാൻ യു ഫോം വാട്ട് ഇൻഫറൻസ് ക്യാൻ യു ഫോർമുലേറ്റ് ഫ്രം ദിസ് പോസ്റ്റർ? ഈ പോസ്റ്റർ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന്. യു ഹാവ് ഹേർഡ് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ്. നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ഫിനോമിന വിച്ച് ലീഡ്സ് ടു ദ റൈസ് ഇൻ ദ എർത്ത്സ് ടെമ്പറേച്ചർ. എർത്തിൻ്റെ ടെമ്പറേച്ചറിൽ റൈസ് ഉണ്ടാവുന്ന ഒരു ഫിനോമിനയെ പറയുന്ന പേരാണ് ഗ്ലോബൽ വാർമിംഗ്. എന്താണ്? Global warming is a dangerous situation which makes the rise in the temperature of the earth. The main reason for global warming is the increase in the level of carbon dioxide in the atmosphere. നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡിൻ്റെ ഇൻക്രീസ് ആണ് അറ്റ്മോസ്ഫിയറിൽ. അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവൽ കൂടുന്നതാണ് നമ്മളുടെ ഗ്ലോബൽ വാർമിങ്ങിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ക്യാൻ റെസിസ്റ്റ് ദിസ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. പ്ലാന്റ്സിന് ഇത് ഒരു കുറച്ച് വരെ ഒന്ന് പരമാവധി അതിനൊന്ന് സേവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത് പ്ലാന്റ്സിനെ കട്ട് ചെയ്ത് കളയരുത്. ഗ്ലോബൽ വാർമിംഗ് കൂടിയാൽ നമുക്കിവിടെ ജീവിക്കാൻ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ ഓക്സിജൻ കുറയും. അപ്പോൾ നമുക്ക് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ കിട്ടാണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്ലാന്റ്സിനെയും ട്രീസിനെയും ഒന്നും കട്ട് ചെയ്ത് കളയരുതെന്ന്. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡേഞ്ചറസ് ഫിനോമിനയെ കുറച്ചൊക്കെ ഒന്ന് അകറ്റാൻ പറ്റും. അതിനുശേഷം ഇലുസ്ട്രേഷൻ നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് പ്രിപ്പയർ എ നോട്ട് ഇൻ എ സയൻസ് ഡയറി. ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഒരു ഇലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. ഓക്സിജനും കാർബൺ ഡയോക്സൈഡും അറ്റ്മോസ്ഫിയറിൽ ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് തന്നിരിക്കുന്നത്. അതായത് പ്ലാന്റ്സ് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നു. ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്തിട്ട് പ്ലാന്റ്സ് ഓക്സിജനും ഗീവൺ ഔട്ട് ചെയ്യുന്നു. ഗ്ലൂക്കോസും ഓക്സിജനും ആനിമൽസ് അബ്സോർബ് ചെയ്യുന്നു. ആനിമൽസ് അത് റെസ്പയർ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നു. കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്തെടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്? പ്ലാന്റ്സ് കിട്ടിയ കാർബൺ ഡയോക്സൈഡ് വെച്ച് ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ഓക്സിജനെ പുറത്തു വിടുന്നു. ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ആ ഗ്ലൂക്കോസ് എന്ത് പറ്റുന്നു? ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. പിന്നെ ഗ്ലൂക്കോസും ഓക്സിജനും ഫോം ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് കാരണം എന്ത് സംഭവിക്കും? ഓക്സിജൻ റെസ്പയർ ഔട്ട് ചെയ്യും, കാർബൺ ഡയോക്സൈഡിനെ ഇൻ ചെയ്യും. അങ്ങനെയാണ് നമ്മളുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രൊസീജിയറിലൂടെ ഓക്സിജൻ നമുക്ക് കിട്ടുന്നത്. ആ ഓക്സിജനും ഗ്ലൂക്കോസും ആര് അബ്സോർബ് ചെയ്യും? ആനിമൽസ് റെസ്പിറേഷന് വേണ്ടി എടുക്കും. ആ റെസ്പയർ ചെയ്ത ഓക്സിജൻ എന്ത് ചെയ്യും? അവർ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് പുറത്തേക്ക് തള്ളും. അത് അറ്റ്മോസ്ഫിയറിലേക്ക് പോയിട്ട് അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യും? പ്ലാന്റ്സ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കും. ഇതാണ് നമ്മളുടെ എന്താണ് കാർബൺ ഡയോക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ബാലൻസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. Why doesn't the level of the oxygen in the atmosphere decreases? ഓക്സിജൻ്റെ ലെവലിൽ എന്താണ് അറ്റ്മോസ്ഫിയറിൽ കുറയാൻ കാരണം? ബിക്കോസ് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദ കാർബൺ ഡയോക്സൈഡ്. What doesn't the level of the carbon dioxide in the atmosphere increases? Plants can absorb carbon dioxide for photosynthesis. ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് which process in plants regulate the level of oxygen and carbon dioxide in the atmosphere? ഏത് പ്രോസസ്സിലാണ് കാർബൺ ഡയോക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും ലെവൽ ബാലൻസ് ചെയ്യുന്നത്? യെസ്, ഫോട്ടോസിന്തസിസിലാണ്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഹൗ പ്ലാന്റ്സ് കൺട്രോൾ ഗ്ലോബൽ വാർമിംഗ്? നിങ്ങൾക്ക് മനസ്സിലായോ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ് പ്ലാന്റ്സ് കൺട്രോൾ ചെയ്യുന്നത്? ദേ അബ്സോർബ് ദി കാർബൺ ഡയോക്സൈഡ് ആൻഡ് ദേ റെസ്പയർ ഔട്ട് ദി ഓക്സിജൻ. List all the factors that other than carbon dioxide that are required for the photosynthesis. ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള വേറെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാട്ടർ, മിനറൽ, സോൾട്സ്, ക്ലോറോഫിൽ, അങ്ങനെയുള്ള പലതും, കാർബൺ ഡയോക്സൈഡ് എക്സെട്ര എക്സെട്ര. Where do plants acquire these factors from? Pigments in leaves. നമുക്കിനി നെക്സ്റ്റ് പിഗ്മെൻറ്റ്സ് ആൻഡ് ലീവ്സ് എന്താണെന്ന് നോക്കാം. You know that chlorophyll imparts green color to the plant parts. With the help of your teacher, observe the section of a leaf through a microscope. അതായത് നമുക്കറിയാം ക്ലോറോഫില്ലാണ് ഗ്രീൻ ലീഫിന് കളർ കൊടുക്കുന്നത്. ലീഫിന് ഗ്രീൻ കളർ കൊടുക്കുന്നത് പിഗ്മെൻറ്റ്സ് ആണ്. നമ്മളുടെ ടീച്ചറിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്കൊരു ലീഫ്
ടീച്ചറിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്കൊരു ലീഫ് സെക്ഷൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും അതിൽ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അത് നിങ്ങൾക്ക് സ്കൂളിൽ ടീച്ചേഴ്സ് ചെയ്യിപ്പിക്കും. എനിക്ക് അതിനുള്ള സംവിധാനമൊന്നും ഇല്ല. അതിൻ്റെ അപ്പുറത്തെ പേജിൽ നമുക്കൊരു ഡയഗ്രം സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് തന്നിട്ടുണ്ട്. അതിൽ ലീവ്സിൻ്റെ ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ലീവ്സിൻ്റെ മുകളിലുള്ള കളർ കൂടിയ പോർഷനെ പറയുന്നത് അപ്പർ എപ്പിഡെർമിസ്. എന്താണ് അപ്പർ എപ്പിഡെർമിസ്? ലോവർ കളർ കുറഞ്ഞ ഭാഗത്തിനെ പറയുന്നതാണ് ലോവർ എപ്പിഡെർമിസ്. പിന്നെ വാസ്കുലാർ ടിഷ്യൂ, സ്ട്രോമ, ഇതെല്ലാം ഒരു സെക്ഷൻ ഓഫ് ലീഫ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കാണുന്ന ഒരു കുഞ്ഞു സെക്ഷനിൽ കാണുന്ന ഇതൊക്കെയാണ് സ്ട്രോമ, എപ്പിഡെർമിസ് അങ്ങനെയുള്ളതൊക്കെ. പിന്നെ പ്ലാന്റ് സെൽ ഉണ്ടാകും, ഡബിൾ മെംബ്രെയിൻ, ഗ്രാന, സ്ട്രോമ അങ്ങനെയുള്ള. ഗ്രാന എന്ന് പറയുന്നത് പാക്ക് ഓഫ് മെമ്പറസ് സാക്സ് ആണ്. സ്ട്രോമ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ഫ്ലൂയിഡ് പാർട്ടാണ് സ്ട്രോമ. ഗ്രാന എന്ന് പറയുന്നത് എ മെമ്പറസ് ഓഫ് ദി പാക്ക് ഓഫ് മെമ്പറസ് സാക്സ്, ഒരു ചാക്ക് പോലെയാണ്. അതിന് നമുക്ക് അവിടെ ഒരു വാട്ട് ഈസ് കോൾഡ് ആക്സസറി പിഗ്മെന്റ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. Photosynthesis takes place in chloroplast. It occurs not in leaves but also in the places where the chloroplast is present. Okay, then the sunlight pigments that absorb sunlight present in the grana of chloroplast. അതായത് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റിലെ ഫോട്ടോസിന്തസിസ് നടക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ഫോട്ടോസിന്തസിസ് ക്ലോറോപ്ലാസ്റ്റിൽ മാത്രമാണോ? ക്ലോറോപ്ലാസ്റ്റ് ഫോട്ടോസിന്തസിസിൽ മാത്രമാണോ നടക്കുന്നത്? അല്ല, ലീവ്സിലും അത് നടക്കുന്നുണ്ട്. The regions where the chloroplast is present. Pigments that absorb sunlight present in the grana of chloroplast. ഗ്രാന ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഗ്രാനയിലുള്ള പിഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും. ഗ്രാന അബ്സോർബ് ദി സൺലൈറ്റ് പ്രസൻറ്റ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ആർ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ ഗ്രാന. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ, കെരോട്ടിൻ എന്ന് പറയുന്ന ഈ 4 പിഗ്മെൻറ്റ്സ് ആണ് ഗ്രാനയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, xanthophyll and carotene are the pigments present in the grana. All these pigments absorb the sunlight and it also sunlight. However, only chlorophyll A can participate directly in the photosynthesis. All other pigments absorb the sunlight and transfer it to chlorophyll A. Hence they are called accessory pigments. അതായത് എന്ത് ചെയ്യും? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ ആൻഡ് സാന്തോഫിൽ ആണ് 4 ടൈപ്പ് ഓഫ് പിഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലോറോപ്ലാസ്റ്റിൽ ഗ്രാനയുടെ ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന 4 പിഗ്മെൻറ്റ്സ് ആണ് ഇത്. ഇതിൽ ക്ലോറോഫിൽ എയിൽ മാത്രമേ നേരെ ഫോട്ടോസിന്തസിസിലേക്ക് നേരെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതെല്ലാം എന്ത് ചെയ്യും? അവരുടെ സൺലൈറ്റും എല്ലാ ലൈറ്റും അബ്സോർബ് ചെയ്തിട്ട് അത് നേരെ ക്ലോറോഫിൽ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആക്സസറി പിഗ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. പാർട്സ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാന, സ്ട്രോമ ആൻഡ് വാട്ട്? യെസ്, ഡബിൾ മെമ്പറി. അതിൻ്റെ ഒരു പെക്യുലാരിറ്റിയാണ് ഡബിൾ മെമ്പറി. സ്ട്രോമ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് പാർട്ട് ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് ആണ്. പിന്നെ ഗ്രാന ഈസ് എ മെമ്പർ, സാക്ക് ഓഫ് പാക്ക് ഓഫ് മെമ്പറൈൻസ് ഓഫ് സാക്സ്. അതാണ്. പിന്നെ പിഗ്മെൻറ്റ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? യെസ്, സാന്തോഫിൽ, കെരോട്ടിൻ, ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി. റോൾ ഓഫ് പിഗ്മെൻറ്റ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിൽ പിഗ്മെൻറ്റ്സിൻ്റെ റോൾ എന്താണ്? ദേ അബ്സോർബ് സൺലൈറ്റ് ആൻഡ് ദേ ട്രാൻസ്ഫർ ഇറ്റ് ടു ദി chlorophyll A to participate directly in the photosynthesis. Yes, correct. Along with the carbon dioxide, water should also reach the leaves for photosynthesis. How do they reach? Complete the worksheet. Path of carbon dioxide. നോക്കാം. Path of carbon dioxide to leaves. കാർബൺ ഡയോക്സൈഡിൻ്റെ പാത്ത്, ലീവ്സിലേക്കുള്ള പാത്ത് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ, സ്റ്റൊമാറ്റ ആൻഡ് ഇൻസൈഡ് ദ ലീവ്സ്. എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് ലീവ്സിലെത്തുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന സ്റ്റൊമാറ്റയിൽ ലൈറ്റ് സ്റ്റൊമാറ്റയിൽ പതിയുന്നു, അത് ഇൻസൈഡ് ദ ലീവ്സിലേക്ക് പോകുന്നു. പാത്ത് ഓഫ് വാട്ടർ ടു ലീവ്സ്. വാട്ടർ എങ്ങനെയാണ് എത്തുന്നത്? സോയിൽ, റൂട്ട്, സൈലം. സോയിലിൽ നിന്ന് റൂട്ട് വാട്ടർ അബ്സോർബ് ചെയ്യും. വാട്ടർ എന്ത് ചെയ്യും? സൈലം ട്യൂബിൽ കൂടി ഇൻസൈഡ് ദ ലീവ്സിലെത്തും. ദ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസിസ്. അവിടെ ഇനി ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസാണ്. അതായത് ക്ലോറോപ്ലാസ്റ്റ് 2 ഫേസായിട്ട് തിരിച്ചിട്ടുണ്ട്, ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. ലൈറ്റ് ഫേസ് ഗ്രാനയിലും സ്ട്രോമയിലാണ് ഡാർക്ക് ഫേസ് നടക്കുന്നത്. ലൈറ്റ് ഫേസിൽ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഡാർക്ക് ഫേസിൽ ലൈറ്റ് നോട്ട് യൂസ്ഡ്. വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്.
വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഇസ് റിലീസ്, ഹൈഡ്രജൻ റീച്ച് സ്ട്രോമ. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഫേസിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ആവും. അപ്പോൾ ഹൈഡ്രജന് എന്ത് ചെയ്യും, സ്ട്രോമയിൽ പോയി റീച്ച് ചെയ്യും. ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി ആൻഡ് സ്റ്റോർഡ് ഇൻ ATP. ലൈറ്റ് എനർജി കെമിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ATPയിൽ സ്റ്റോർ ചെയ്യും. ATP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഓഫ് എനർജി മസ്റ്റ് ബി എൻഷുർഡ് ഫോർ കണ്ടിന്യൂസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഇൻ ദ സെൽസ്. സെൽസിലെ കണ്ടിന്യൂസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പഠിച്ചില്ല അല്ലേ, അത് ഞാൻ പഠിപ്പിച്ചു തരാം. ATP molecule is used for the continuous transfer of energy. The energy liberated during the breakdown of ATP into ADP, adenosine diphosphate, and phosphate is used for the metabolic activities. ADP restore the energy. Since energy transaction is done by ATP is known as the energy currency of cell. അപ്പോൾ ലൈറ്റ് ഫേസിൽ എന്തുണ്ട്, ലൈറ്റ് ഇസ് യൂസ്ഡ്. ഡാർക്ക് ഫേസിലോ ലൈറ്റ് ഇസ് നോട്ട് യൂസ്ഡ്. Water splits and oxygen is released and hydrogen reaches stroma. Then what light energy is converted to chemical energy and stored it in the ATP. Then dark phase, light is not used. Hydrogen and carbon dioxide combine to produce glucose. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. അതിനൊരു ബോക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ്, ലൊക്കേഷൻ, ലൈറ്റ് ഫേസിൻ്റെ ലൊക്കേഷൻ ഇവിടെയാണ് ഗ്രാന, ഡാർക്ക് ഫേസിൻ്റെയോ യെസ് സ്ട്രോമ. ആക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഈസ് റിലീസ്ഡ്, ലൈറ്റ് ഫേസ്. ഹൈഡ്രജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് കമ്പൈൻ ടു ഫോം ദി ഗ്ലൂക്കോസ്. ആക്ഷൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ലൈറ്റ് ഫേസിൽ ഓക്സിജൻ റിലീസ് ചെയ്ത് ഓക്സിജൻ എനർജി കിട്ടുന്നുണ്ട്. ഡാർക്ക് ഫേസിൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. നെസസിറ്റി ഓഫ് ലൈറ്റ് ഫേസിൽ യൂസ് ചെയ്യുന്നുണ്ട്, മറ്റേതിൽ നോട്ട് യൂസ്ഡ്. ATP എന്ത് പറ്റുന്നു, ലൈറ്റ് ഫേസിൽ ATP ഫോം ചെയ്യുന്നു, ഡാർക്ക് ഫേസിൽ ATP യൂട്ടിലൈസ് ചെയ്യുന്നു. ഡാർക്ക് ഫേസ് ഫോളോസ് ദ ലൈറ്റ് ഫേസ്. ഡാർക്ക് ഫേസ് ലൈറ്റ് ഫേസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ദ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദ ഡാർക്ക് ഫേസ് വർ ഡിസ്കവർഡ് ബൈ ദി സയൻറ്റിസ്റ്റ് മെൽവിൻ കാൽവിൻ. ഹെൻസ് ദിസ് ഫേസ് ഇസ് നോൺ ആസ് കാൽവിൻ സൈക്കിൾ. ഈ സൈക്ലിക് കെമിക്കൽ റിയാക്ഷൻ, ഈ കെമിക്കൽ റിയാക്ഷൻ ഡാർക്ക് ഫേസ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ കണ്ടുപിടിച്ചത് ഏത് സയൻറ്റിസ്റ്റാണ്, മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് ആ ഇതിനെ പറയുന്നത് കാൽവിൻ സൈക്കിൾ എന്നാണ്. ആ ഒരു ഫേസിനെ പറയുന്നതാണ് കാൽവിൻ സൈക്കിൾ. ഹി അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ ദ 1961 ഫോർ ദിസ് ഡിസ്കവറി. ഈ ഡാർക്ക് ഫേസ് ഡിസ്കവറിക്ക് ഹി വോൺ നോബൽ പ്രൈസ് ഇൻ ദ 1961. അദ്ദേഹം 1961 ഒരു നോബൽ പ്രൈസ് വിന്നർ ആയിരുന്നു ഡ്യൂ ടു ദി അവാർഡിങ് ഓഫ് ഡാർക്ക് ഫേസ്. ഓക്കെ, ദെൻ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് ഗ്ലൂക്കോസ് പ്ലസ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് H2O plus CO2 plus H2O gives sunlight and chlorophyll. അതെന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസ് ഓക്സിജനും ഫോം ചെയ്യുന്നു. അപ്പോൾ CO2 plus H2O gives സൺലൈറ്റും ക്ലോറോഫിൽ ഈക്വൽ ടു ഗ്ലൂക്കോസിൻ്റെ ഫോമുല അറിയോ, C6H12O6. ഇതാണ് ഗ്ലൂക്കോസിൻ്റെ ഫോമുല. പ്ലസ് O2 ആണ് നമ്മളുടെ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. The complex processes involved in the photosynthesis അതൊന്നും വേണ്ട, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടാനായിട്ടാണ്. അത് അത്ര ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പിന്നെ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് ആണ്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എടുക്കാം. നമുക്ക് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്ത് പഠിക്കാനുള്ളതാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പം ഇത്രയും നന്നായിട്ട് എല്ലാവരും പഠിക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. വായിക്കാൻ ഇല്ലാത്തതാണെങ്കിലും വായിച്ചിട്ടുണ്ടാവുള്ളൂ. ചാപ്റ്റർ